ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ട പോലെ തന്നെ ഡോണ്ട് ബി ടു കൈൻഡ് ആൻഡ് നീഡ്ഫുൾ ടു എവറി വൺ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഹെൽപ്ഫുൾ ആവുകയും നമ്മൾ എഫേർട്ട് എടുത്ത് കുറേ പേരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നിന്നാലും നമുക്കത് പിന്നീട് ഒരു പണി കിട്ടുന്ന രീതിയിലായി മാറും. ലോകം അങ്ങനെയാണ് ഗൈസ്. കാരണം ഞാൻ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചാണ് പറയണത്. കാരണം എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് ഹെൽപ്പ് ചെയ്യുക, അവർ ചോദിക്കാതെ പോലും അവർ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ അത് ഒരു കൈൻഡ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഒരു നല്ല മനസ്സുള്ള ഒരു ഇതായതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നതാണ്. എൻ്റെ സ്വഭാവം അങ്ങനെ, ക്യാരക്ടർ അങ്ങനെ ആയി പോയി. സോ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അവർ ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിൽ പോലും ഞാനായിട്ട് എഫേർട്ട് എടുത്ത് ഹെൽപ്പ് ചെയ്യും, അവർക്കെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോണ്ട് ബി ടു ഗുഡ് ടു എവറി വൺ ഓർ ഡോണ്ട് ബി ടു ഹെൽപ്ഫുൾ ടു എവറി വൺ. ബി ഹെൽപ്ഫുൾ ആൻഡ് ബി ഗുഡ്. അതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അവർ ചോദിച്ചില്ലെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു ലിമിറ്റിനകത്ത് നിന്ന് ഭയങ്കര എഫേർട്ട് ഇട്ടൊന്നും ചെയ്യാതിരിക്കുക. കാരണം പിന്നീട് അത് നമുക്കൊരു ഗുണമില്ലാത്ത പോലെ അവർ ചിലപ്പോൾ നമുക്ക് തിരിച്ച് പണി തരുന്ന രീതിയിലൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആരായാലും നമുക്കിട്ട് പണി തരാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചറിനെ ഹെൽപ്പ് ചെയ്താൽ ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു കാലത്ത് ആ ഒരു സ്ട്രേഞ്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കുറച്ചൊക്കെ അടുത്തറിയാവുന്നത് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊരു ലിമിറ്റ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ പിന്നീട് നമുക്കിട്ട് പണി തരുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തതായിരുന്നില്ല, എന്നിട്ട് അവർ നമുക്ക് പണി തന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾഡ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, കൈൻഡ് ആയിരിക്കുക. ഇതൊക്കെ ആയിരിക്കണം, പക്ഷെ ഒരു ലിമിറ്റ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടി വരും. അവർ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിരുന്ന് വിഷമിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആവും. അതാണ് പ്രശ്നം. സോ എനിക്ക് പറയാനുള്ളത് ബി ഹെൽപ്ഫുൾ ആൻഡ് കൈൻഡ്ഫുൾ, ബട്ട് ഡോണ്ട് ബി ടു ഗുഡ് ആൻഡ് ടു ഹെൽപ്ഫുൾ ഓർ ടു കൈൻഡ്ഫുൾ ടു എനി വൺ. ഡോണ്ട് പുട്ട് ടു മച്ച് എഫേർട്ട് ടു ഹെൽപ്പ് സമ്മൺ എൽസ് വെൻ ദേ ഡോണ്ട് നീഡ് ഇറ്റ്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് ആയിരുന്നു. എല്ലാവർക്കും